എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മഞ്ഞുമലയിൽ നിന്ന് രക്ഷപ്പെട്ട ഗോക്കു അവനാണെങ്കിൽ ആ സ്നോ പെണ്ണിന് വാക്ക് കൊടുത്ത അനുസരിച്ച് അവരുടെ ഗ്രാമത്തിന്റെ തലവനെ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ആ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് ഒരുപാട് സോൾജിയേഴ്സുമായിട്ട് ഏറ്റുമുട്ടി അവസാനം നെഞ്ചോണ് ഫൈറ്റ് ചെയ്ത് പിന്നീട് ഒരു റോബോട്ടിന്റെ അടുത്തേക്ക് വന്ന് ായിട്ടൊരു ചങ്ങാത്തം ക്രിയേറ്റ് ചെയ്ത് വലിയൊരു പസില് അത് സോൾവ് ചെയ്ത് ഇപ്പോൾ ആ ഒരു സീനിയർ ഓഫീസറിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ആളാണെങ്കിൽ അവരെ നൈസായിട്ട് സംസാരിച്ച് കൺവേർട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വിടും. അവർ രണ്ടുപേരും 5th ലെവലിലുള്ള ഒരു ഹിഡൻ പ്ലേസിലേക്ക് അടിച്ചു വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ ആദ്യം വന്ന് ആ തറയിൽ പതിക്കും. തൊട്ടു പിന്നാലെ ആ ഒരു റോബോട്ട് അവൻ ഗോക്കുവിന്റെ ദേഹത്ത് വന്ന് അടിച്ചു വീഴുകയാണ്. ഗോക്കുവിനാണെങ്കിൽ ഒരുപാട് വേദനിച്ച് ഒരു നിമിഷം അവൻ ഇല്ലാതായി പോവും. റോബോട്ട് ആണെങ്കിൽ ചാടി എഴുന്നേക്കും. ഐ എം സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അതിന് ഗോക്കു ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നാ തോന്നുന്നതെന്ന് പറഞ്ഞ് അവന്റെ തലയും കൈയും കാലും ഓടലെല്ലാം തന്നെ കൊടയും. അതിനുശേഷം മുകളിലേക്ക് നോക്കും. നമ്മളിപ്പോൾ എവിടെയാ, നമുക്ക് എന്താ സംഭവിച്ചത്? അതിന് ആ റോബോട്ട് പറയും 5th ഫ്ലോറിലുള്ള ഒരു ഹിഡൻ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ സീനിയർ ഓഫീസർ വിളിച്ചു പറയും, നിന്റെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോളും റഡാറും അതെനിക്ക് തരുവാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, അത് തരുന്നില്ല എങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. ആണെങ്കിൽ അടിച്ചു പറയും, നീ വളരെ ബാഡായിട്ടുള്ള ഒരാളാണ്, ഒരു കാരണവശാലും എൻ്റെ കയ്യിലുള്ളതൊന്നും ഞാൻ നിനക്ക് തരില്ല, അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഒരു കാരണവശാലും നിനക്കതിൽ ടച്ച് ചെയ്യാൻ പോലുള്ള അധികാരമില്ല. അത് കേട്ട് കൺട്രോൾ പോയ ആ ഒരു സീനിയർ ഓഫീസർ ആ ഡോർ അടയ്ക്കും. അതിനുശേഷം മൈക്കിലൂടെ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഫുൾ ടൈം നിരീക്ഷിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഓരോ മൂമെന്റ്സും ഞാൻ വാച്ച് ചെയ്യും, ഇവിടെ കിടന്ന് നിങ്ങൾ നരകിച്ച് മരിക്കും. അതിനുശേഷം നിന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോളും ആ റഡാറും അത് ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് അവൻ മൈക്ക് ഓഫ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് നോക്കി ടെൻസ്ഡ് ആവും. ആ ഡോറുകൾ അത് അടഞ്ഞു, നമ്മൾ ഇനി എങ്ങനെ പുറത്തേക്ക് കടക്കും? അതിനാ റോബോട്ട് പറയും, എനിക്കറിയില്ല. അതിരിക്കട്ടെ, നിനക്കെന്തിനാ ആ ഒരു ഡ്രാഗൺ ബോൾസ്? എന്തിനു വേണ്ടിയാ നീ അത് കളക്ട് ചെയ്യണേ? അതിന് ഗോക്കു പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇവരെ പോലെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനല്ല. അതിലൊരു ഡ്രാഗൺ ബോൾ എൻ്റെ ഗ്രാൻഡ് പായുടേതാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എനിക്ക് ആകെയുള്ളത് ആ ഡ്രാഗൺ ബോളാണ്. അത് അന്വേഷിച്ചാണ് ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ അതെൻ്റെ ഗ്രാൻഡ് പായുടേതല്ല. പക്ഷെ ഒരു കാരണവശാലും ഞാനിത് ഇവർക്കോ തെറ്റായ മറ്റാരുടെയും കൈകളിലേക്ക് എത്താനോ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട ആ റോബോട്ടിന് ഭയങ്കര സന്തോഷം. എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നീ നല്ലൊരു മനുഷ്യനാണെന്ന്. ഒക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും. അടുത്ത നിമിഷം മുൻപിലുള്ളൊരു ചുമര് അതങ്ങനെ മുകളിലേക്ക് തുറന്നു വരികയാണ്. ഒരുപാടധികം ടെൻഷനും എക്സൈറ്റ്മെന്റോടും കൂടെ അവിടേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം ഒരുപാട് എല്ലുകളും തലയോട്ടികളും അവർക്ക് നേരെ വന്ന് വീഴുകയാണ്. അപ്പോൾ അവർ കാണും ദൂരത്തായിട്ട് ഡൈനോസർ അതാണെങ്കിൽ എന്തിനോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിനാണെങ്കിൽ അതിനെ കണ്ട് ഒരുപാട് പേടി തോന്നും. അവൻ പതിയെ പുറകോട്ടേക്ക് നടന്ന് നീങ്ങുകയാണ്. അവനാണെങ്കിൽ അറിയാതെ ഒരു എല്ലിൻ കഷ്ണത്തിൽ കയറി ചവിട്ടും. ആ എല്ല് പൊട്ടുന്ന ശബ്ദം കേട്ട് ആ ദിനോസർ അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ അത് കാണുമ്പോൾ ഒരു മൈനർ അറ്റാക്ക് തന്നെ വന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ സ്നോ പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് കിടന്നുറങ്ങുകയാണ്. അടുത്ത നിമിഷം അവൾ ഗോക്കുവിന്റെ ശബ്ദം കേൾക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ, ഇവിടെ ഒരു അല്പം തണുപ്പ് അത് കൂടുതലാണെന്ന്. അവളാണെങ്കിൽ ആ ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കും. അവൾ ചുറ്റും നോക്കും ഗോക്കു അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അതിനുശേഷം കട്ടിലിന്റെ താഴേക്ക് നോക്കും. അവിടെ ചെറിയൊരു ജീവി. അവളാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടെ അതിനെ കയ്യിലെടുക്കുകയാണ്. വാവ്, നീ എന്നെ കാണാൻ ഇവിടേക്ക് വന്നതാണോ? നിന്റെ പാരൻസ് ഇപ്പോൾ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അതിനെടുത്ത് കൊഞ്ചിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് അതിന്റെ പാരൻസിനെ കാണുക. ഓ, നിന്റെ പാരൻസ് അവരിവിടെ വരെ എത്തിയോ? ഓക്കെ, നീ നിന്റെ ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിച്ചോന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അതിന്റെ ഫാമിലിയുടെ കൂടെ അയക്കുകയാണ്. അവറ്റകളെല്ലാം ഹാപ്പി ആയിട്ട് ഇപ്പൊ അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവും അവർ റോബോട്ടും അവർ രണ്ടുപേരും ആ ഒരു മോൺസ്റ്ററിന് മുൻപിൽ അങ്ങനെ പെട്ടു നിൽക്കും. ഇവിടെ ആ സീനിയർ ഓഫീസർ ആണെങ്കിൽ അവരോട് തീർത്തു പറയും, നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല, അതൊരു മോൺസ്റ്റർ ആണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ റോബോട്ടിനെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് അവൻ ചാടിപ്പോയി അതിനെ പഞ്ച് ചെയ്യും. പക്ഷെ അതിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഓ നോ, എന്റെ പഞ്ചില് നിനക്കൊന്നും സംഭവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കിക്ക് ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞ് അവനങ്ങനെ ചാടിപ്പോയി അതിനൊരു കിക്ക് വെച്ച് കൊടുക്കും. ഗോക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും നിർത്താതെ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്ര അറ്റാക്ക് ചെയ്തിട്ടും ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഒന്നും സംഭവിക്കാത്തത്. ഇവൻ ശരിക്കും ജെല്ലി പോലുള്ള എന്തോ ഒന്നുകൊണ്ടാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഐഡിയ എനിക്ക് പ്രയോഗിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഗോക്കു വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. പക്ഷെ അടുത്ത നിമിഷം ആ ബെയ്മൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇലക്ട്രിക് പവർ പോലെ എന്തോ ഒരു പവർ ഇപ്പൊ ഗോക്കുവിന് നേരെ ഉപയോഗിക്കും. അവനാണെങ്കിൽ ഷോക്ക് അടിച്ച് കത്തിക്കരിഞ്ഞ് താഴേക്ക് വീഴും. ആ റോബോട്ട് ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. ഗോക്കു കണ്ണു തുറക്ക്, ആ ഒരു മോൺസ്റ്റർ അത് നമ്മളെ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. അവനാണെങ്കിൽ ഗോക്കുവിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും.
ശ്രമിക്കും. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ അതിന്റെ നീളം നാക്കങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് ഗോകുയെ തൂക്കിയെടുത്ത് കടിച്ചു മുറിക്കുകയാണ്. ആ ചീഫിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആളാണെങ്കിൽ അത് കണ്ട് സായൂജി അടയും. ഇവിടെ റോബോട്ടിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനാണെങ്കിൽ തല അങ്ങനെ വണങ്ങി പേടിച്ച് പൂർവാധികം കീഴടങ്ങി നിൽക്കുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ അവനെയും കഴിക്കാനായിട്ട് അവന്റെ തൊട്ടടുത്തേക്ക് എത്തും. പക്ഷെ അടുത്ത നിമിഷം അവൻ എന്തൊക്കെയോ വളരെ ബാഡായിട്ട് അവന്റെ ബോഡിയിൽ ഫീൽ ചെയ്യാണ്. കുറെ പഞ്ചൊക്കെ അവന്റെ ബോഡിയിൽ കിട്ടും പോലെ അവന് തോന്നും. അടുത്ത നിമിഷം നമ്മുടെ ഗോകു അവൻ ആ വലിയ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് എടുത്തു ചാടും. ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആശ്വാസം. ഗോകു ആണെങ്കിൽ റോബോട്ടിനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, ഞാനിതിനെ തകർക്കും. ഇനി ഞാൻ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ആക്ച്വലി നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഹാമേ പവർ അത് ഉപയോഗിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഗോകു അവന്റെ ഹാമേ പവർ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ആ റോബോട്ട് ആണെങ്കിൽ ഗോകുവിനെ തന്നെ നോക്കും. അതിന് ഗോകു ആണെങ്കിൽ റോബോട്ടിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് ആ മോൺസ്റ്ററിനെ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ആ മോൺസ്റ്റർ ആ ഒരു പവർ ബ്ലോക്ക് ചെയ്ത് തിരികെ അങ്ങനെ അയച്ചു വിടും. അത് കണ്ട് നമ്മുടെ ഗോകു ഞെട്ടും. കാരണം അവന്റെ ഹാമേ പവർ അത് ഇതുവരെ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് ആ മോൺസ്റ്റർ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് പവർ അത് ഗോകുവിന് നേരെ നിർത്താതെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടും. ഇവിടെ ആ സീനിയർ ഓഫീസർ ആള് മിസ്റ്ററിനോട് വിളിച്ചു പറയും, നീ കളിച്ചത് മതി, അവനെ കൊന്നു തള്ളു, എത്രയും വേഗം എനിക്ക് ആവശ്യമായത് അവനിൽ നിന്ന് മേടിച്ചതാ. മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് നേരെ വരും. ആ സീനിയർ ഓഫീസർ ആണെങ്കിൽ വീണ്ടും ഗോകുവിനോട് ചോദിക്കും, നിനക്ക് അവസാനമായിട്ട് ഞാനൊരു അവസരം കൂടെ തരുകയാണ്, മര്യാദയ്ക്ക് അതെനിക്ക് താ. നിന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോളും ആ റഡാറും അതെനിക്ക് തരുവാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ജീവനോട് കൂടെ ഞാൻ വിട്ടയക്കാം. ഗോകു ആണെങ്കിൽ തീർത്തു പറയും, നീ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് അത് ഞാൻ വിട്ടുകൊടുക്കില്ല. അത് കേൾക്കേണ്ട താമസം ആ മോൺസ്റ്റർ അവർക്ക് നേരെ പാഞ്ഞടുക്കും. അത് അതിന്റെ ഭീകരൻ നാക്ക് നമ്മുടെ ആൾക്കാർക്ക് നേരെ നീട്ടും. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. പക്ഷെ ആ റോബോട്ട് അതിന്റെ നാക്കിൽ പെട്ടുപോവാണ്. ഗോകു ഓടി വന്ന് അതിന്റെ നാവിൽ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ റോബോട്ട് ആണെങ്കിൽ തെറിച്ച് താഴെ വീഴും. ഗോകു ആണെങ്കിൽ അതിനെ സേവ് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിന് റോബോട്ട് പറയും, താങ്ക് യു വെരി മച്ച്, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. ഗോകു ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും, ഇവനെ തകർക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് അത് ഇവന്റെ ബോഡിയിൽ കാണും. അതെന്താണെന്ന് കണ്ടെത്തണം. ഇവ മുഴുവനായിട്ടൊരു ജെല്ലിയാണ്. സോ സാധാരണമായിട്ട് ഇവനെ തകർക്കാനായിട്ട് കഴിയില്ല. എന്തെങ്കിലും കാര്യമായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞ് അല്പസമയം ചിന്തിക്കും. അപ്പോഴായിരിക്കും സ്നോപ്പെന്ന് പറഞ്ഞ കാര്യം ഗോകുവിന്റെ മനസ്സിലേക്ക് വരിക. ഐസിൽ തണുത്തുറഞ്ഞ് മരണത്തോട് മല്ലടിച്ച ഗോകുവിനെയാണ് അവിടെ രക്ഷപ്പെടുത്തിയത്. സോ ഐസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവനെ തകർക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഗോകു ആണെങ്കിൽ ആ ചുമരിൽ ആഞ്ഞടിക്കും. ചുമര് തകർന്ന് അകത്തേക്ക് തണുത്ത കാറ്റും മഞ്ഞും വീശി അടിക്കും. ഗോകു ആണെങ്കിൽ ഓടി ആ റോബോട്ടിനടുത്തേക്ക് വരും. നിനക്ക് തണുപ്പൊന്നും ഏശില്ലല്ലോ, നീ റോബോട്ടല്ലേ, എന്റെ കോട്ടിന്റെ അകത്ത് എന്നെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചൂടെ? അതിന് റോബോട്ട് ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഗോകുവെ അവന്റെ കോട്ടിന്റെ അകത്ത് കയറ്റും. അതേസമയം ഇവിടെ ആ മോൺസ്റ്ററിന്റെ ബോഡിയിൽ ഐസ് അങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. അതിനാണെങ്കിൽ തണുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അതങ്ങനെ ഐസിൽ ഫ്രീസായി പോവും. അല്പസമയത്തിന് ശേഷം ഗോകു പുറത്തേക്ക് നോക്കും. അത് മുഴുവനായിട്ട് ഫ്രീസായി കഴിഞ്ഞു. ഗോകു പുറത്തേക്ക് ചാടി വന്ന് അതിനൊരു പഞ്ച് കൊടുക്കും. എന്നിട്ട് വീണ്ടും ആ കോട്ടിന്റെ അകത്ത് കയറിയിരിക്കും. പഞ്ച് കിട്ടേണ്ട താമസം ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കുറേശ്ശെ തകരാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം തന്നെ അത് മുഴുവനായിട്ടും പൊട്ടി തകർന്ന് ആ മോൺസ്റ്ററിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഗോകു ആണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് എടുത്തു ചാടി ആ ഫ്ലോർ തകർത്ത് മുകളിലേക്ക് കയറി വരും. സീനിയർ ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ അവനെ കണ്ട് പേടിക്കും. ഗോകു ആണെങ്കിൽ നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ തരാന്ന് പറഞ്ഞ് ആദ്യം ആ സ്റ്റിക്ക് അങ്ങനെ നീട്ടി റോബോട്ടിന് നീട്ടിക്കൊടുക്കും. നീ അതിൽ പിടിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്ക്, നിന്നെ ഞാൻ മുകളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവനെ പതിയെ മുകളിലേക്ക് എത്തിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ആ ഓഫീസർ ആണെങ്കിൽ ഗോകുവിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അപ്പോഴും ഗോകുവിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഓ നോ, നിനക്ക് ആ ബുള്ളറ്റ് കൊണ്ടിട്ടും ഒന്നും സംഭവിച്ചില്ലേ? അതിന് ഗോകു പറയും, നീ ചെയ്തത് വളരെ ബാഡായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിനക്ക് ഞാൻ ഇതിനുള്ള പണിഷ്മെന്റ് തരും. അല്പസമയം കൂടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ റോബോട്ടിനെ മുകളിലേക്ക് കയറ്റി ഇപ്പോ ആ ഓഫീസറിന് നേരെ ടേൺ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.